പഞ്ചുർലി ദൈവ, അതുപോലെ തന്നെ ഗുളിക. കാന്താര മൂവിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട ദൈവങ്ങളുടെ പേരാണ്. തുളു പുരാണം അനുസരിച്ച് പഞ്ചുർലി ഒരു കാലത്ത് ഒരു കാട്ടുപന്നിയായിരുന്നു. ശിവന്റെ പത്നിയായ പാർവതി ദേവി ഒരു കാട്ടുപന്നിയെ സൃഷ്ടിച്ചു. എന്നാൽ ഈ പന്നി വിളകൾ നശിപ്പിക്കുകയും മുനിമാരെ ശല്യപ്പെടുത്തുകയും ചെയ്തു. ഇത് കണ്ട് ദേഷ്യം വന്ന ശിവൻ ആ പന്നിയെ ശപിച്ചു. എന്നാൽ അതിനെ പൂർണ്ണമായി നശിപ്പിക്കാതെ ശിവഭഗവാൻ അതിന്റെ ആത്മാവിനെ ഒരു ദൈവിക രക്ഷകനാക്കി മാറ്റി. അങ്ങനെ പഞ്ചുർലി ഒരു ദൈവമായി പരിവർത്തനം ചെയ്യപ്പെട്ടു. അന്നു മുതൽ പഞ്ചുർലി ഒരു രക്ഷാ ദൈവമാണ്. ഭൂമിയുടെ ഫലഭൂയിഷ്ഠത ഉറപ്പാക്കുകയും കർഷകരുടെ വിളകളെ സംരക്ഷിക്കുകയും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സന്തുലനം നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് പഞ്ചുർലി എന്ന ദൈവത്തിന് ശിവൻ നൽകിയ കടമ. തുളു വിശ്വാസപ്രകാരം പഞ്ചുർലി വനങ്ങൾ, കൃഷിയിടങ്ങൾ, കന്നുകാലികൾ എന്നിവയുമായി ആഴമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗ്രാമവാസികളെ രോഗങ്ങളിൽ നിന്നും വരൾച്ചയിൽ നിന്നും ദൃഷ്ടിശക്തികളിൽ നിന്നും ഒക്കെ സംരക്ഷിക്കുന്നതിനായിട്ടാണ് പഞ്ചുർലി ഉളവാക്കപ്പെട്ടിട്ടുള്ളതെന്നാണ് അവരുടെ വിശ്വാസം. ഇനി ഗുളിക ദൈവ. ഗുളിക മറ്റൊരു ഉഗ്ര ആത്മാവാണ്. പലപ്പോഴും ശിവനുമായി തന്നെയാണ് ഈ ഗുളിക ദൈവയും തുളു തദ്ദേശവാസികൾ ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. പുരാണങ്ങളിൽ പറയുന്നത് ശിവൻ പാതാളത്തിന്റെ മണ്ണിൽ നിന്നാണ് ഗുളികയെ സൃഷ്ടിച്ചതെന്നാണ്. ഗുളിക ഒരു ക്ഷേത്ര പാലകനാണ്. പവിത്ര ഭൂമിയുടെ രക്ഷകൻ എന്നാണ് മറ്റൊരു പേര്. കൂടാതെ ഗുളിക തന്റെ തീഷ്ണവും ഉഗ്രവുമായ സ്വഭാവത്തിന് പേര് കേട്ടവനാണ്. ദുഷ്ടരെ ശിക്ഷിക്കുകയും നീതിമാന്മാരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. പഞ്ചുർലി സൗമ്യവും സംരക്ഷണാത്മകവുമായ സ്വഭാവമുള്ളവനാണെങ്കിൽ ഗുളിക നേരെ തിരിച്ച് ക്രോധാത്മകമായ മുഖമുള്ള ആളാണ്. എന്നാൽ ധർമ്മവും നീതിയും ഒക്കെ നിലനിൽക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനാൽ സൗമ്യനായ പഞ്ചുർലിയോടൊപ്പം തന്നെ ക്രോധാത്മാവായ ഗുളികയും തുളു വംശജരുടെ ഇടയിൽ ഒരുപോലെ ബഹുമാനിക്കപ്പെടും. കാന്താരയിൽ ഗുളികയെ കാണിച്ചിരിക്കുന്നത് ശിവന്റെ ഉള്ളിലെ ശക്തിയും ദേഷ്യവും പ്രതിനിധീകരിക്കുന്നതായിട്ടാണ്. എന്നാൽ പഞ്ചുർലി ജനങ്ങളുടെ ജീവിതത്തിന്റെ സന്തുലനം നിലനിർത്തുന്ന ശക്തിയായിട്ടാണ് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഭൂതകോല എന്നത് തുളു ജനതയുടെ ഒരു പുരാതന ആചാരമാണ്. അവിടെ ദൈവങ്ങളോ ആത്മാക്കളോ കോലം കെട്ടുന്നവരുടെ ശരീരത്തിൽ ആവേശിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നു. ഈ ആചാരം നാടകീയവും ആത്മീയവുമായ ഒരു പ്രകടനമാണ്. അവിടെ നൃത്തം, സംഗീതം, വേഷവിധാനങ്ങൾ, തീ ഇവയെല്ലാം ഉപയോഗിച്ചാണ് ദൈവിക സാന്നിധ്യം ഉറപ്പുവരുത്തുന്നത്. പഞ്ചുർലിയും ഗുളികയും ഒന്നിച്ച് ഈ ഭൂമിയിൽ നടക്കുന്നു എന്നാണ് തുളു വംശജർ വിശ്വസിക്കുന്നത്. ഒരാൾ ജീവനെ പോഷിപ്പിക്കുന്നു, മറ്റേയാൾ വഞ്ചനയെ ദഹിപ്പിക്കുന്നു. എല്ലാ വർഷവും ഭൂതകോലത്തിലൂടെ ജനങ്ങൾ അവരെ വിളിച്ചു വരുത്തുന്നു. ഭൂതകോല കെട്ടുന്നവരുടെ ഉള്ളിലേക്ക് ഈ ദൈവങ്ങൾ ആവാഹിച്ച് വന്നു ചേരുന്നു. തുളു വിശ്വാസ പ്രകാരം ഈ ദൈവങ്ങൾ തന്നെ ഭൂതകോല കെട്ടുന്ന മനുഷ്യരുടെ ശ്വാസത്തിലൂടെ തങ്ങളോട് സംസാരിക്കുന്നു എന്നാണ്.